ജയിക്കില്ല. ഇനിയിപ്പോ ജയിക്കുകയാണെങ്കിൽ തന്നെ അത് ആലുവക്കാരുടെ തോൽവിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ആലുവക്കാരനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-16 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ആലുവ റൂട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആലുവ ഇപ്പോ എയർപോർട്ട് റൂട്ടാണെങ്കിലും ഇപ്പുറത്തേക്ക് എറണാകുളം റൂട്ടാണെങ്കിലും പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം പറഞ്ഞ് 15 വർഷമോ അതുകൊണ്ടായി ഇപ്പൊ അൻവർ സാദത്ത് എം.എൽ.എ നമ്മുടെ എം.എൽ.എ നിൽക്കുന്നു. ഇദ്ദേഹത്തിനെ വിമർശിക്കുന്നല്ല കേട്ടോ. ഇദ്ദേഹം കല്യാണങ്ങൾ കൂടും, എല്ലാ ചടങ്ങുകളും കൂടും, എല്ലാ കുടുംബത്തിലും വിളിച്ചാൽ ഏതൊരു കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ എം.എൽ.എ എന്നുള്ള ഒരു ആലുവ പരിധിയിൽ പറ്റിയ അദ്ദേഹത്തിന്റെ വാർഡിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളവരടുത്തൊക്കെ പോവും. എന്നും കരുതികൊണ്ട് ഒരു എം.എൽ.എയുടെ പണിയതല്ല, അത് പഞ്ചായത്ത് മെമ്പറും ചെയ്യും. ഇനി വീടിന് മുമ്പിൽ കട്ടയിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് മെമ്പറിന് പറ്റിയതും പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ ആലുവ എന്ന് പറഞ്ഞ പൊതുസമൂഹത്തിന് നമ്മുടെ പബ്ലിക്കിന് എന്ത് ആലുവയിൽ വരുന്നത് ആലുവക്കാർ മാത്രമല്ല, എറണാകുളത്ത് നിന്ന് വരുന്നവർ, പെരുമ്പാവൂരിൽ നിന്ന് വരുന്നവർ, അങ്കമാലിയിൽ നിന്ന് വരുന്നവർ, ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്നവർ ഈ ആലുവയിൽ വന്ന് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. 15 വർഷമായിട്ട് സത്യം പറഞ്ഞാൽ 15 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സാധനം തന്നെ. ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്നത് ചിന്തിച്ചാൽ മതി. ഞാൻ ആ പാർട്ടിക്കാരനോ ഈ പാർട്ടിക്കാരനോ അതായിട്ടൊന്നുമല്ല. നമുക്ക് വന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോ അതിന് വന്ന് കമന്റ് അല്ലെങ്കിൽ മെസ്സേജുകൾ ഡീം ഞാൻ അവരെ വെളിപ്പെടുത്താൻ കയറുന്നില്ല. അത് പോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ രാഷ്ട്രീയപരമായിട്ടാണ് ഈ മനുഷ്യനെ ഞാനും ഈ അൻവർ സാദത്ത് എന്നുള്ള ഒരു ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മളും ഏതെങ്കിലും ഒരു എം.എൽ.എ എന്നുള്ള ഒരു ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചിരിക്കും, കയ്യൊക്കെ സംസാരിക്കും. അത് അവിടെ തീരും. അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് തീർക്കുക. അല്ലാണ്ട് എം.എൽ.എ എന്ന് പറഞ്ഞ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളൊന്ന് ആലുവയിൽ ഒരു വികസനം കാണിച്ചാ. ഈ 15 വർഷം കൊണ്ട് ആലുവയിൽ വികസനം നമ്മുടെ അൻവർ സാദത്ത് എം.എൽ.എ ആലുവയിൽ മാറ്റം കൊണ്ടുവരലൊന്ന് കാണിച്ചാൽ. ഇനിയിപ്പോ നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ പബ്ലിക്കും യൂസ് ചെയ്യുന്ന നമ്മുടെ KSRTC സ്റ്റാൻഡ് ഇന്നും ഓപ്പൺ ആവാണ്ട് എടുക്കുകയാണ്. ഇത്ര വർഷമായിട്ട് ഇന്നും ഓപ്പൺ ആകുക, അതിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഓപ്പൺ ആവാണ്ട് എടുക്കുക. ആലുവ മാർക്കറ്റ് പോക്ക്, അവിടുത്തെ അവസ്ഥ, ഇതൊക്കെ നമ്മൾ വിമർശിക്കുന്ന ആലുവയിൽ ട്രാഫിക് കുരുക്ക്. എങ്ങൊന്നും ഇല്ലാത്തൊരു കുരുക്കാണ് ഇന്നും ആലുവ ട്രാഫിക്, അല്ലെങ്കിൽ ആലുവയിൽ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക്. ഒരു മാറ്റം വന്നല്ല. എന്താണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു നിങ്ങൾ വിമർശിച്ചോ? ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നു, അൻവർ സാദത്ത് ജയിച്ചോട്ടെ. ഇപ്പൊ ആലുവ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെയാണ്. ഈ പറഞ്ഞ ഒരു കോൺഗ്രസിൽ ആരെ കിട്ടിയാലും ചിലപ്പോൾ ജയിക്കുമായിരിക്കും. ജയിക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ. എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്ന് മാത്രം പറഞ്ഞു. അത് എന്റെ ഒരു സംശയമാണ്. എനിക്ക് അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾ തിരുത്തി എനിക്ക് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തു ആലുവല്, അദ്ദേഹം ഇത് ചെയ്തു ആലുവല്, ഇങ്ങനെ ചെയ്യാം. ഈ ചെയ്യാമെന്നുള്ളതും കല്ലെടുന്നും വിട്ടിട്ട് ചെയ്തത്, ഈ 15 വർഷം കൊണ്ട് ചെയ്തത് മാത്രം പറഞ്ഞു. അപ്പൊ നമ്മൾ വിമർശിക്കാണ്ടിരിക്കുക. ഏത് വിമർശിക്കും? ഇവിടെ CM-നെയും പ്രൈം മിനിസ്റ്റർ വരെ വിമർശിക്കാനുള്ള അവകാശം, അധികാരം നമുക്കുണ്ട്. നമുക്ക് പറയാൻ പറ്റും, വോയിസ് ഉണ്ട് നമുക്ക് അതിനുള്ളത്. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ വ്യക്തിപരമായിട്ടല്ല. ഇപ്പൊ അദ്ദേഹം ജയിക്കുമായിരിക്കാം, അതെനിക്കറിയില്ല. ജയിച്ചാലും എന്താണ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അറിയുന്നവർ പറഞ്ഞ